അസ്സലാമു അലൈക്കും. നമ്മൾ സൃഷ്ടാവിന്റെ തെളിവുകൾ നമുക്ക് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ റെസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ കേൾക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അധ്യായം 7 സൂറ അൽ അഹ്റാഫിലെ 204 സൂക്തം പറയുന്നത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ അനുഗ്രഹീതരാവാൻ വേണ്ടി. ഇപ്പം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത്, ഖുർആൻ പാരായണം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്ന സമയമാണ്. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കേൾക്കുക, നിശബ്ദത പാലിക്കുക. അപ്പൊ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ആയത്തുകളും നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ശ്രദ്ധിക്കുക, എന്താണ് പറയുന്നത്, എന്താണ് അവിടെ ചിന്തിക്കുന്നത്, എന്താണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതിനെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഭഗവത്ഗീതയിൽ ഈ കാര്യം പറയുന്നുണ്ട്. സൃഷ്ടാവ് പറയുന്നുണ്ട്, സൃഷ്ടാവിന്റെ സംഭാഷണം അല്ലെങ്കിൽ സൃഷ്ടാവ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ മായ്ച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കേൾക്കാനുള്ള ആ ഒരു മനസ്സ്, അസൂയ ഇല്ലാതാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപം ഞാൻ മായ്ച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. അതേ ആശയം തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി നിശബ്ദത പാലിച്ചിട്ട് കേൾക്കാൻ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും, അതിന്റെ സത്യങ്ങൾ തിരിച്ചറിയാൻ. അപ്പൊ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാവുകയും ചെയ്യും.